ഹായ് ഹലോ കൂട്ടുകാരെ, എന്തുകൊണ്ട് വിശേഷം? എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പിന്നെ ഞാൻ കുക്ക് ചെയ്തുകൊണ്ടിരിക്കുക, ഉച്ചക്കലത്തേക്കുള്ള കുക്ക് ചെയ്തുകൊണ്ടിരിക്കുക. പക്ഷെ തോരൻ വെച്ച് കഴിഞ്ഞു. ഓമയ്ക്കയും പയറും കൂടെ തോരൻ കണ്ടില്ലേ, വെച്ച് കഴിഞ്ഞപ്പോഴോർത്ത് അയ്യോ വീഡിയോ എടുത്തില്ലല്ലോ എന്ന്. അത് പല കാര്യങ്ങൾ വീട്ടിൽ നിന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ പല പല കാര്യങ്ങളുടെ ഇത് തലയ്ക്ക് വട്ട് പിടിച്ചിരിക്കുക. അതുകൊണ്ട് ആ ശ്രദ്ധ അങ്ങനെ ആയി പോയത് കൊണ്ട് ഇത് തോരൻ വയ്ക്കുന്നത് കാണിക്കാൻ പറ്റിയില്ല, എടുക്കാൻ പറ്റിയില്ല. ഇനിയിപ്പം മീൻ കറി വയ്ക്കാൻ പോവാം. മീൻ കറി തലയാണേ, 1-2 കഷ്ണം കണ്ടേ ഉള്ളൂ. തല എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് തല. അപ്പം ഞാൻ വിചാരിച്ചു ഈ തല ഇന്ന് കറി വെച്ചാലോ എന്ന്. കണ്ടോ, ഇവിടെ ഞങ്ങൾ 3 പേരേ ഉള്ളൂ കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് ഇതിൻ്റെ ആവശ്യമുള്ളൂ. അതുകൊണ്ട് തലയെടുത്ത് കറി വയ്ക്കാമെന്ന് ഞാൻ വിചാരിച്ചു. അങ്ങനെ കറി വയ്ക്കാൻ പോവാം. പിന്നെ ഒരു ചമ്മന്തി അരയ്ക്കണം. ഇപ്പോൾ പോയതിനെ ഫോണ് താഴെ. എൻ്റെ കുഴപ്പം ഇതാ, നേരാവണ്ണം ചൊവ്വ വീഡിയോ എടുക്കാൻ പറ്റത്തില്ല. അപ്പം നമുക്ക് ഉള്ളിയും കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. പച്ചമുളക് ഇവിടെ ഞാൻ ഇടത്തില്ല മീൻ കറിക്ക്. മുളക് കറി എടുക്കുന്നത്. അപ്പം ഇവർക്ക് ഭയങ്കര എരിവാണെന്നാണ് പറയുന്നത് കേട്ടോ. എരിവ് ഇവരധികം കഴിക്കത്തില്ല. അപ്പോൾ അതുകൊണ്ട് പച്ചമുളക് ഇടത്തില്ല മീൻ കറിക്ക്. ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ പേസ്റ്റാക്കി ഇപ്പം ഞാൻ എടുത്തത്, അതും ഇട്ടു. ഓരോ ദിവസം തള്ളി നീക്കുന്ന കാര്യം ഭയങ്കര ബുദ്ധിമുട്ടാണ് കൂട്ടുകാരെ. ഈ വീഡിയോ കണ്ടിട്ട് ഞാൻ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നതേ എൻ്റെ കൂട്ടുകാരൊക്കെ എന്നെ ഇട്ട് കളിയാക്കും കേട്ടോ. ഗായ്സ് എന്ന് പറയാൻ പറ്റത്തില്ല, ഉടനെ അവരെന്നെ കളിയാക്കും. പിന്നെ ഞാനിപ്പോൾ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ അവിടെ ഒരു പ്രാവിനെ കാണുവാണെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ ദിവസം ഞാൻ വീഡിയോ ഇട്ട ഒരു പ്രാവ് വിൻഡോയെ വന്നിരിക്കുന്നത് കണ്ടു. വലിയ പ്രാവ്, ഞാൻ ഇതുപോലെ ഇത്രയും വലിയ പ്രാവിനെ കണ്ടിട്ടില്ല. അപ്പം ഞാൻ ആ പ്രാവിനെ എടുത്തിട്ട് എനിക്ക് എന്തോരം കളിയാക്കലായിരുന്നെന്നറിയാവോ. ഞാൻ അന്നേരം പറഞ്ഞപ്പോൾ ഓരോരുത്തരുടെ വീഡിയോ നിങ്ങളൊക്കെ ഒന്ന് കണ്ടു നോക്കിക്കേ, ഓരോരുത്തരിടുന്ന വീഡിയോ ഒന്ന് കണ്ടു നോക്കിക്കേ. എല്ലാവരും ഇതൊക്കെ തന്നെ കാണിക്കും. പിന്നെ എന്നെ ഇട്ടങ്ങ് കളിയാക്കല എല്ലാവരും കൂടെ. എന്ത് ചെയ്യാനാന്ന് പറ. പ്രാവാണെങ്കിൽ വലിയ പ്രാവ് കേട്ടോ. എനിക്ക് അതിനെ കണ്ടപ്പോൾ വീഡിയോയിൽ എടുക്കണമെന്ന് തോന്നി. ഞാൻ വീഡിയോ എടുത്തത് ഇങ്ങനെ വിൻഡോയുടെ എൻ്റെ കിച്ചണും ഇതേപോലെ വിൻഡോ ഉണ്ട്. അപ്പോൾ തൊട്ടടുത്ത് വേറെ ഒരു ബിൽഡിംഗ് ഉണ്ട്. ആ ബിൽഡിങ്ങിൻ്റെ വിൻഡോയിൽ വന്നൊരു പ്രാവ് ഇരിക്കുന്നത് കണ്ടിട്ട് ഞാൻ ആ പ്രാവിനെ എടുത്തു നല്ല വീഡിയോ എടുത്തു. എൻ്റെ പൊന്നോ, എനിക്കിത് കളിയാക്കലിൻ്റെ ബഹളമായിരുന്നു. ഞാൻ ചമ്മി നാറി കൂട്ടുകാരെ. ഇനിയിപ്പോൾ ഞാൻ ഇങ്ങനെ പറയുന്നതിന് അടുത്തതിനി ഇതിനായിരിക്കും കേട്ടോ. എന്താ ചെയ്യാന്, ജീവിച്ച് പോവണ്ടേ. ഇവരുടെയൊക്കെ ഇടയിൽ എന്ത് പറയാനാന്ന് പറ. അതുപോലെ സുപ്രിയ വീഡിയോയ്ക്കകത്ത് ഇന്നലെ ഒരുപാട് വിഷമങ്ങൾ പറയുന്നു. സുപ്രിയ കുഴപ്പമില്ല സുപ്രിയ, നമ്മളിതൊന്നും മൈൻഡ് ചെയ്യണ്ട. അങ്ങനെ പലരും പല കമൻ്റ് ഇടും. നമ്മളൊന്നും എനിക്ക് വിഷമം ഉണ്ടായിരുന്നു. എനിക്കിതുപോലെ ആദ്യം ഇങ്ങനെ ഓരോന്ന് കേട്ടിട്ടുണ്ട്. അപ്പോൾ എനിക്ക് പിന്നെ വീഡിയോ എടുക്കണമെന്ന് പോലും ഇല്ലായിരുന്നു. അപ്പോൾ എൻ്റെ അടുത്ത് പലരും പറഞ്ഞു, ചേച്ചി വീഡിയോ നിർത്തരുത്, പറയുന്നവരവിടെ കിടന്ന് പറയട്ടെ, നമ്മൾ മൈൻഡ് ചെയ്യണ്ടാന്ന്. അത്രേ ഉള്ളൂ, നമ്മൾ ശ്രദ്ധിക്കാനേ പോകണ്ട. പിന്നെ നമുക്കിത് കേൾക്കുമ്പോൾ ഇച്ചിരി വിഷമമുണ്ട്. എന്തിനാ നമ്മളിങ്ങനെ വീഡിയോ എടുത്തിട്ടില്ലേ ഇങ്ങനെ കേൾക്കുന്നതെന്ന്. പക്ഷെ നമ്മൾ എന്താ പറയാനാ. അതുകൊണ്ട് സുപ്രിയ വിഷമിക്കേണ്ട, സുപ്രിയ മൈൻഡ് ചെയ്യണ്ട. പറയുന്നവരവിടെ കിടന്ന് പറയട്ടെ.
അപ്പം ഞാൻ മുളകും മസാലയൊക്കെ ചേർത്ത് മീന്. ഇനി നമുക്ക് ഉപ്പിടും. ഉപ്പ് ഞാൻ കുറച്ച്, ഉപ്പ് ഞാൻ ഒറ്റ മിനിറ്റ് ഞാൻ നോക്കിക്കോട്ടെ ഉപ്പിട്ടിട്ടുണ്ടോ. എൻ്റെ പൊന്നെ, ഞാൻ ഇല്ല, ശരിയാ, മുളക് പൊടിക്ക് നല്ല എരിവാ കേട്ടോ. മുളക് പൊടിക്ക് അടിപൊളി എരിവുണ്ട്. പക്ഷെ മീൻകറിക്ക് എരിവ് വേണമെന്നേ, ഇവിടെ എരിവ് ഒട്ടും അവർ കഴിക്കത്തില്ല. ഇതിപ്പോൾ ഈ മുളക് കറി വയ്ക്കുന്നത് അതിൻ്റെ കഷ്ണം, മീൻകറി കൊടുത്ത കഷ്ണം മാത്രമേ കഴിക്കുകയുള്ളൂ, ചാറ് കൂട്ടത്തില്ല. എന്ത് ചെയ്യാന്? പക്ഷെ മുളക് കറി, മീൻ മുളക് കറി വെക്കുന്നുണ്ടെങ്കിൽ അതിന് എരിവ് വേണ്ടേ. ഇത് ഞാൻ വിചാരിച്ച് തേങ്ങ തിരുമ്മി വാങ്ങിച്ചതിനകത്ത് ഇളകിയിരുന്ന തേങ്ങയെ ഞാൻ വിചാരിച്ച് ഇവനെ നമുക്ക് ചുട്ട് ചമ്മന്തിയാക്കാവുന്നു. ഇത് ഗ്യാസിൽ വെച്ചിട്ട് തീക്കകത്ത് വെച്ചിട്ട് നമുക്ക് ചുട്ടിട്ട് ചമ്മന്തി അരയ്ക്കാം കേട്ടോ. വെറുതെ കളയുന്ന എന്തിന്? കളയത്തില്ല. അപ്പം എനിക്ക് തോന്നി ഇത് ചുട്ട് നമുക്ക് ചമ്മന്തി ആക്കിയാലോ. അപ്പോൾ ഉച്ചയ്ക്ക് ചോറിൻ്റെ കൂടെ കൂട്ടാനും ആവുമല്ലോ. ഇനി അത് ഗ്രേവി തിളച്ച് നമുക്ക് മീനിട്ട് കൊടുക്കാം. അതെ, എനിക്കൊരു സംശയം, ഞാൻ മഞ്ഞപ്പൊടി ഇട്ടിട്ടുണ്ടോ എന്ന് എനിക്കൊരു സംശയം. എന്തായാലും ഞാൻ ഒരു പൊടിക്ക് മഞ്ഞപ്പൊടി ഇടുക. ഈ വർത്താനം പറഞ്ഞ് നിന്നത് കൊണ്ടേ മറന്നുപോയി, ഓർക്കുന്നില്ല. ഇന്ന് 2 ദിവസം കൊണ്ട് എനിക്ക് എൻ്റെ മൈൻഡെല്ലാം നാട്ടിലാണ്. നമുക്കിനി അടച്ച് വെക്കാം. അടച്ച് പാട്ട് കേട്ടോ. ഞാൻ വീഡിയോ ഓണാന്ന് ഞാൻ ഓർത്തില്ല ഗൈസ്. ഓ പിന്നെ ഗൈസ് വരുമോ? അപ്പം പിന്നെ കൂട്ടുകാരെ, എന്തൊക്കെയുണ്ട് വിശേഷം? ഇത് ഇടയ്ക്ക് കട്ടായി പോയാൽ ഞാനിപ്പോഴേ അങ്ങ് പറയുമ്പോൾ, എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ. പിന്നെ ഞാൻ നിങ്ങളോട് ഞാൻ വെളിച്ചെണ്ണ തേക്കാതിരുന്നത് അതുകൊണ്ട്. വെളിച്ചെണ്ണ അല്ലെങ്കിൽ ഞാൻ തേക്കത്തില്ല, തേച്ച ഉടനെ തന്നെ കഴുകിക്കളെ. കാര്യം വെളിച്ചെണ്ണ തേച്ചുകൊണ്ട് നടന്നാൽ എനിക്ക് തലവേദന എടുക്കും. പിന്നെ എൻ്റെ മുടി ഞാൻ ആ മുട്ട തലയിൽ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ, നല്ല മാറ്റമുണ്ട് കേട്ടോ. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കി. മുട്ട തലയിൽ തേച്ചതിൻ്റെ നല്ല മാറ്റം ഉണ്ട് കേട്ടോ. ഞാൻ ഇപ്പോൾ കിച്ചണിൽ നിന്നുണ്ട്. കണ്ടോ മുടി? കണ്ടോ ഇവിടെ? അതുപോലെ ബാക്കിലും ഉണ്ട് കേട്ടോ, കിളിച്ച് പുതിയ മുടി കിളിച്ച് വരുന്നത്. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്യണേ. പിന്നെ ഇനി ഒരു ഇതുണ്ട്, ഞാൻ ഇതിനിടയ്ക്ക് ഞാൻ അത് കാണിച്ചു തരാം. ഒരു ടിപ്സ് ഉണ്ട്, അത് ഞാൻ കാണിച്ചു തരാം. അത് 1 മാസം കൊണ്ട് ഞാൻ ട്രൈ ചെയ്യുന്നത്. അതിൻ്റെ റിസൾട്ട് അറിയട്ടെന്ന് വിചാരിച്ചിട്ടാണ് കാണിക്കാതിരിക്കുന്നത്. അത് ഞാൻ കാണിക്കാം. പിന്നെ ഇത് മുട്ട തേച്ചതിൻ്റെ നല്ല ഇതുണ്ട് കേട്ടോ, നല്ല മാറ്റമുണ്ട്. അതപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ അപ്പോൾ അടുത്ത വീഡിയോ ഞാൻ അത് ചെയ്യുന്നതായിരിക്കും, അത് നിങ്ങളെ കാണിക്കാം. അത് എല്ലാവരും ട്രൈ ചെയ്തു. മുടിയില്ലാത്തവർക്ക് എനിക്ക് മുടി കണ്ടോ, മുടിയുണ്ട് കണ്ടോ, മുടിയുണ്ട്. പക്ഷേ മുടിക്ക് കീപ്പോട്ട് ഉള്ളില്ല. പക്ഷേ കണ്ട ഇവിടൊക്കെ കിളിച്ച് ഇറങ്ങിയിട്ടുണ്ട് കണ്ടോ. ഞാനിപ്പോൾ ഈ ഇത് ഇട്ടേക്കുന്നത് കൊണ്ടാണ് കാണാത്തത്. കിച്ചണിൽ നിന്നുകൊണ്ട് അധികം ഞാൻ കാണിക്കുന്നില്ല, മുടിയെ തൊടുന്നില്ല. കാര്യം ഫുഡിനകത്തെങ്ങാനും മുടി വീണെങ്കിലേ പിന്നെ അതൊരു ഇതാ. കണ്ടോ ഈ ഇരിക്കുന്നതെല്ലാം പുതിയ മുടിയാണ് കണ്ടോ.
അപ്പോൾ ചോദിക്കും കുക്കിങ്ങിൻ്റെ ഇടയ്ക്ക് എന്തിനാ നിങ്ങൾ ഈ മുടിയുടെ കാര്യം പറയുന്നതെന്ന്. അത് ഓർത്തപ്പോൾ ഞാനങ്ങ് പറഞ്ഞതാണ്. ഓക്കെ, ഈ തേങ്ങ എങ്ങനെ ചുട്ടെടുക്കണ്ടേന്ന് അറിയാം. അതുകൊണ്ട് കമ്പയിൽ കുത്തിയിട്ട് 10 മിനിറ്റ് കഴിഞ്ഞു കമ്പയിൽ കുത്തിയിട്ട് ചുട്ടെടുക്കണം. അപ്പോൾ കൂട്ടുകാരെ, ചമ്മന്തിക്ക് ഞാൻ ആ തേങ്ങ ഞാൻ ചുട്ടു. ഞാൻ കാണിച്ചില്ലേ, കമ്പിയെ കുത്തി തീയിൽ വെച്ച് ഞാൻ ചുട്ടെടുത്ത് ഞാൻ പൊടിച്ച് അത് തേങ്ങ തന്നെ ഇട്ടിട്ട്, ഒത്തിരി ഇല്ല, ശകലേ ഉള്ളൂ. പിന്നെ കറിവേപ്പില, ഇഞ്ചി, ചുമന്നുള്ളി, 2 വറ്റൽമുളക് ചുട്ടത്, ഇത്ര ഇട്ടിട്ടുണ്ട്. ഇനി സോറി, ഞാൻ മറന്നു, ഉപ്പ് ഇട്ടേ, പുളി ഇടാൻ മറന്നുപോയി, പുളി എടുക്കട്ടെ. അപ്പം കൂട്ടുകാരെ, ചമ്മന്തി ചുട്ടരച്ച ചമ്മന്തി ആയതുകൊണ്ട് ചമ്മന്തിക്ക് ഈ കളറ് കേട്ടോ. പിന്നെ കറിവേപ്പിലയുടെ പച്ച കളറുണ്ട്. പിന്നെ വറ്റൽമുളക് ചുട്ടെടുക്കുമായിരുന്നു. പിന്നെ തേങ്ങ ചുട്ടേൻ്റേത്, അതാണ് ഈ കളറ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഓർക്കും നല്ല മണം തന്നെ ഉണ്ട് കേട്ടോ. ഇതിപ്പോൾ ഒരു പറ ചോറ് തിന്നാൻ തോന്നും. അപ്പം എല്ലാവരും ഇങ്ങനെ ട്രൈ ചെയ്യണം. ഞാൻ കണ്ടില്ലേ, 2-3 ചെറിയ പീസ് ഈ തേങ്ങ തിരുമ്മിയ കൂട്ടത്തിൽ ഇളകിയ തേങ്ങയായിരുന്നു. അതപ്പോൾ ഇതിനകത്ത് കിടക്കുന്ന കണ്ടപ്പോൾ എനിക്ക് തോന്നി നമുക്ക് ചുട്ട് ചമ്മന്തി അരയ്ക്കാം. അങ്ങനെ അരച്ചതാണ്. അപ്പോൾ അതുകൊണ്ട് ഇന്ന് ചോറിന് ഉച്ചയ്ക്ക് കഴിക്കാനും ആയി. അപ്പം ചുട്ടരച്ച ചമ്മന്തി എല്ലാവരും ഇങ്ങനെ ട്രൈ ചെയ്യണം കേട്ടോ. നല്ല അടിപൊളിയാണ്, നല്ല ടേസ്റ്റ്, നല്ല പരുവത്തിനുള്ള ഉപ്പും പുളിയും എല്ലാം ഉണ്ട്. നല്ല ടേസ്റ്റ്, അടിപൊളി. അപ്പോൾ കൂട്ടുകാരെ, നമ്മുടെ കുക്കിംഗ് ഇന്നത്തെ ഉച്ചക്കലത്തെ റെഡിയായി. ഇത് കണ്ടില്ലേ, പയറും ഓമയ്ക്കയും കൂടെ തോരൻ. ഓമയ്ക്ക എന്ന് പറഞ്ഞാൽ ആർക്കും മനസ്സിലായില്ലെങ്കിൽ പപ്പായ. ഓക്കെ, പിന്നെ നമ്മുടെ തലക്കറി റെഡി. പിന്നെ നമ്മുടെ ചമ്മന്തി റെഡി. മിക്സിക്കകത്ത് തന്നെ വെച്ചേക്കോ, ജാറിനകത്ത് തന്നെ വെച്ചേക്കോ. കഴിക്കാൻ എടുത്ത് ബാക്കി ഉള്ളതെടുത്ത് വെക്കാം. അപ്പോൾ ഇനി ഞാൻ ക്ലീൻ ചെയ്യാൻ പോവാണ്. വീഡിയോ കാണിക്കാനെ കൊണ്ട് ടൈമില്ല. കാര്യം ഇപ്പം തന്നെ എൻ്റെ അമ്മോ എത്ര മിനിറ്റാണ്, 14 മിനിറ്റ് ആയോ. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണും വരേക്കും ബായ്. സബ്സ്ക്രൈബ് ചെയ്യണേ, ലൈക്ക് ചെയ്യണേ, ഷെയർ